ഇന്ന് നമുക്ക് അപ്പച്ചട്ടി ചുടുന്ന ഒരു മുട്ടപ്പത്തിരി ഉണ്ടാക്കിയാലോ. വെറും 2 ചേരുവകൾ മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. മൈദ ചേർക്കുന്നില്ല, ആട്ടയൊന്നും ചേർക്കാതെ അരിപ്പൊടിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തലേദിവസം ഇനി അരി അരച്ചു വെച്ചില്ല എന്ന് ഓർത്താൽ ആരും വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് വളരെ വേഗത്തിൽ രാവിലെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം മെഷറിംഗ് കപ്പിൽ ഞാൻ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ അരിപ്പൊടി ഉണ്ടല്ലോ ഒന്ന് നന്നായി കുഴച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കൂലേ, ആ ബാറ്ററിനെക്കാട്ടി കുറച്ചുകൂടി ലൂസാകണം. നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണേ. അതുകൊണ്ട് നല്ല ലൂസാക്കി എടുക്കണം. തിളച്ച വെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാനേ, പച്ചവെള്ളം ഉപയോഗിക്കുകയേ ചെയ്യരുത്. ഇനി വെള്ളം പോരെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. പത്തിരിപ്പൊടിയില്ലേ, അതെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനിയിപ്പം ഇതൊന്ന് ആറി വരുന്ന സമയത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു മുട്ടയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. 2 ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കട്ടിയായിട്ട് തോന്നുന്നെങ്കിൽ നമ്മുടെ മുട്ടയുടെ വെള്ളവും കൂടെ പോരാ എങ്കിൽ മാത്രം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കാരണം ഇത് നല്ല അരച്ചെടുക്കണം, നല്ല തിക്ക് ബാറ്ററായിട്ട് അരച്ചെടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാനേ. നമ്മളെടുത്തിരിക്കുന്ന അരിപ്പൊടിയുടെ കണക്കനുസരിച്ച് ഞാൻ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മുട്ട വേണേൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ബാറ്ററായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഈ സമയത്ത് ആ തിക്നെസ് കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ലൂസാക്കി കൊടുക്കണം. ചെറു ചൂടുവെള്ളമേ ഇനി ചേർക്കാവുള്ളേ. ഇനി നല്ല ഇളക്കി കൊടുക്കണം. പിന്നെ ഈ സമയത്ത് നമ്മൾ വേറൊരു ടിപ്സും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചട്ടിപ്പത്തിരി കിട്ടാൻ വേണ്ടിയാണ്. ബാറ്റർ ഒത്തിരി തിക്കായിട്ടായിരിക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ, ഇനി പച്ചവെള്ളമേ ചേർക്കാവുള്ളൂ. പച്ചവെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തേച്ചാൽ മതി. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് ഇളക്കി ഈ ബാറ്റർ ഒന്ന് മാറ്റി വയ്ക്കാവേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ അടുത്ത് ആ കുഞ്ഞ് ബെല്ലൈക്കൺ എന്നല്ലോ, അതൊന്ന് എനേബിൾ ആക്കുവാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവേ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഒരു ബൗളിലേക്ക് ചെറിയ ഒരു സ്പൂൺ അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, കുറച്ച് പൊടിയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ മാവ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കാരണം ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതേ ചട്ടിപ്പത്തിരിയുടെ ഷേപ്പിൽ കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ മാവ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാവേ. ഇനി ഈ അപ്പം നമുക്ക് 2 സൈസ് ഉണ്ടാക്കിയെടുക്കാവേ. ഒന്ന് അപ്പച്ചട്ടിയിലും അതുപോലെ മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മുട്ടപ്പത്തിരിയുടെ ചട്ടി മേടിക്കാൻ കിട്ടും. മൺചട്ടി വാങ്ങിച്ചിട്ട് അതിലുണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മുടെ അപ്പച്ചട്ടിയിലാണ്. പാലപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഇതൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അധികം നേരമൊന്നും വെക്കണ്ട, 1 മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. നമ്മളൊന്ന് കറക്കി കൊടുത്തതിന് ശേഷം കുമളകളൊക്കെ വന്നതിന് ശേഷം വേണം ഇത് അടച്ചു വയ്ക്കാൻ. എന്നാലേ നല്ല ബൗളായിട്ട് നമുക്ക് അപ്പം കിട്ടത്തുള്ളൂ. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നതാണ് കേട്ടോ. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യത്തെ അപ്പം നല്ല കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ഇരിക്കുന്ന മാവും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് 250 ഗ്രാം മെഷറിംഗ് കപ്പിനുള്ള മാവൊക്കെ ആണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത് മതി. 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ അത്രയും മതിയാവുമേ. അതിൻ്റെ അളവ് കണ്ട് ബാക്കിയുള്ള ചേരുവകളും എടുത്താൽ മതി. ഇനി ഇതെല്ലാം നമുക്കൊരു സേർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവേ. നല്ല സ്പോഞ്ച് പോലത്തെ അപ്പം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് തേങ്ങ വേണ്ട, അതുപോലെ തന്നെ ചോറ് വേണ്ട. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും വേണ്ട. 2 ചേരുവകൾ വെച്ചിട്ടാണ് ഇത്രയും സ്പോഞ്ചായിട്ടുള്ള അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടില്ലേ, ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ലേ, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇത്ര സ്പോഞ്ചി ആയിട്ടുള്ള അപ്പം ഉണ്ടല്ലോ, നമ്മൾ സാധാരണ പാലപ്പത്തിന് അരച്ച് വെച്ചാൽ പോലും കിട്ടുകയില്ല. അതിലും നല്ല സ്പോഞ്ചായിട്ടായിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മസ്റ്റ് റെസിപ്പിയാണ് ഇത്.
അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയുക, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇനി ഇതിലും വെറൈറ്റി ആയിട്ടൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.